ചാനൽ. അപ്പോൾ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി എഡിറ്റിംഗ് ആപ്പാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് right now and press the bell icon. Never miss അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ. അപ്പോൾ എഡിറ്റിങ്ങിന് ആവശ്യമുള്ള ആപ്പാണ് കൈൻമാസ്റ്റർ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ എടുത്തു. അപ്പോൾ നമുക്ക് അവിടെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സെൻറ്ററിൽ കാണുന്ന വലിയ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു റേഷ്യോ ഉണ്ട്. ഫോൺ ടൈപ്പ് ആക്കാം, പിന്നെ നമുക്ക് ബിഗ് സ്ക്രീൻ ആക്കാം. ഇത് 3 ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എടുക്കുന്നത് 16:9 ആ റേഷ്യോ ഉള്ള സ്ക്രീൻ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഓപ്പൺ ആയിട്ട് വരും. അങ്ങനെ നമ്മൾ മീഡിയയിൽ നിന്ന് നമ്മൊരു ഫസ്റ്റ് ഒരു പിക്ചർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എത്തിയാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പിക്ചർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ പിക്ചർ എടുത്തിട്ട് നമ്മളെ എഡിറ്റിംഗ് ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് പേസ്റ്റ് ചെയ്ത പിക്ചർ കുറച്ച് നമുക്ക് ഒന്ന് ലെങ്ത് കൂട്ടി കൊടുക്കാം. ആ കാണുന്ന ബട്ടൺ ഡ്രാഗ് ചെയ്ത് നമുക്ക് അത് ലെങ്ത് കൂട്ടി കൊടുത്ത ശേഷം ലെയർ ക്ലിക്ക് ചെയ്യുന്നു. ലെയർ ഫസ്റ്റത്തെ മീഡിയ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എൻ്റെ വീഡിയോ അപ്പോൾ അവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പേസ്റ്റ് ചെയ്യുന്നു. നമുക്ക് വേണമെന്ന് വെച്ചാൽ സെൻട്രൽ കാണുന്ന എടുത്തിട്ട് അവിടെ ബിഗ് സ്ക്രീൻ ആക്കാം, പിന്നെ ഹാഫ് സ്ക്രീൻ ആക്കാം. അങ്ങനെ ഓരോ വൈറ്റ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബിഗ് സ്ക്രീനാണ് ഈ എഡിറ്റിംഗ് ആപ്പിന് വേണ്ടി ആവശ്യം. അപ്പോൾ നമ്മൾ ബിഗ് സ്ക്രീന് സെലക്ട് ചെയ്യുന്നു. പിന്നെ അടുത്ത് വേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് ആ ബിഗ് സ്ക്രീൻ. അടുത്ത് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ നമ്മൾ നേരത്തെ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ താലിപ്പോയാൽ പിന്നെ ക്രോമാക്കി എന്നിട്ട് ഒരു ഇത് കാണും. പിന്നെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇനേബിൾ ആയി കൊടുക്കുക. മെയിൻലി ഇനേബിൾ ആയി കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്ന കളർ എടുക്കാം. നമ്മൾ ചോപ്പാണ് സെലക്ട് ചെയ്തത്. ചോപ്പ് തുണിയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് കളറാവട്ടോ, പച്ച, പിന്നെ മഞ്ഞ, റോസ്, ഏത് കളറാവും. അപ്പോൾ നമ്മൾ ചോപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പച്ചയാണ് ഏറ്റവും നല്ലത്. ഗ്രീൻ സ്ക്രീനാണ് പൊതുവേ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ചോപ്പ് അവിടെ എടുത്തു. എൻ്റെ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന കറക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ ആ സൈഡിലൊരു ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ പ്യുവർ ബ്ലാക്കും സൈഡിലൊക്കെ വൈറ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അതൊന്ന് സെൻറ്ററിൽ പ്യുവർ ബ്ലാക്കും സൈഡിലൊക്കെ മൊത്തം ഒന്ന് വൈറ്റ് ആക്കി കൊടുക്കുക. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വൈറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ അഡ്ജസ്റ്റ് ആയി. വളരെ സിമ്പിളാണ്, അടിപൊളി എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഇതിന് 1 മിനിറ്റാണ് ഏതേ സമയം വേണ്ടത്. പക്ഷേ ഷൂട്ട് ചെയ്യാനൊക്കെ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അതപ്പോൾ നമുക്കൊന്ന് ഇതിൻ്റെ അപ്പോൾ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്തതൊന്നും കാണാൻ പറ്റും. അടുത്ത നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ഉണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി അവിടെ പോയിട്ട് ക്രോമൊക്കെ എടുത്തിട്ട് നമുക്കൊന്നും കൂടി നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുക. ഓക്കെ, ഇതിന് ശേഷം അവിടെ ടിക്ക് കൊടുക്കുന്നു. നമുക്ക് ഈ വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ 1 മിനിറ്റേ ഈ വീഡിയോ എഡിറ്റിങ്ങിനായിട്ട് ആവശ്യമുള്ളൂ. ഇതൊരു അടിപൊളി ആപ്ലിക്കേഷനാണ്, അടിപൊളി എഡിറ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഷെയർ ബട്ടൺ നിൽക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റി സെലക്ട് ചെയ്യാം. ഏത് ക്വാളിറ്റി വേണ്ടി നമുക്ക് എക്സ്പോർട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഒരു എഡിറ്റിംഗ് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ചെറിയൊരു എഡിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒന്നും വേറെ പണിയൊന്നുമില്ല, അല്ലാതെ എല്ലാവരും ഒന്ന് ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടൊന്നും കിട്ടുന്നില്ല. ഇവിടെ വേണ്ടപ്പോഴാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഇതിവിടെ എടുത്താൽ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇപ്പം തന്നെ പോയി ഫോളോ ചെയ്യണം, C2Tech. ഓക്കെ,
പിന്നെ ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്തും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടി ഇറ്റ്സ് മീ സഫാൻ, ഇറ്റ്സ് റിസ്വാൻ.